നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നോർത്ത് DFO അശ്വിൻ കുമാറിന് സ്ഥലം മാറ്റം. ഫോറസ്റ്റ് റിസോഴ്സ് ഡെപ്യൂട്ടി കൺസർവേറ്ററായാണ് DFOയെ മാറ്റിയത്. മമ്പാട് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരുമ മെഗാ ബിരിയാണി ചലഞ്ച് ജനം ഏറ്റെടുത്തു. മമ്പാടിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞത് 45,000-ഓളം ബിരിയാണി പൊതികൾ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത വൈദ്യുതീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിലായി. ഇതിന്റെ ഭാഗമായി വൈദ്യുത തൂണുകൾ സ്ഥാപിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പൂർത്തിയായി. മമ്പാട് നറുവക്കാട് ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ച സംഭവം. ബൈക്കിൽ വാഹനം തട്ടിയാണ് അപകടമെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ സംശയം പറയുന്ന മിനി ലോറി പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. വയോധികൻ ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. നിലമ്പൂർ മൂത്തേടം മരം വെട്ടിച്ചാൽ സ്വദേശി കുഞ്ഞു മുഹമ്മദ് എന്ന 70-കാരനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നോർത്ത് DFO അശ്വിൻ കുമാറിന് സ്ഥലം മാറ്റം. ഫോറസ്റ്റ് റിസോഴ്സ് ഡെപ്യൂട്ടി കൺസർവേറ്ററായാണ് DFOയെ മാറ്റിയത്. കണ്ണൂർ DFOയായിരുന്ന P. കാർത്തികാണ് പുതിയ നിലമ്പൂർ നോർത്ത് DFO. സംസ്ഥാനത്തെ 13 ഉന്നത വനം ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. അക്കമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ മുറിയിൽ മരണപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽ കുമാറിന്റെ മൃതദേഹം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട DFOക്കെതിരെ പരാതി ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച പരാതിയിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ DFOയെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പെട്ടെന്നുള്ള സ്ഥലം മാറ്റം എന്നാണ് സൂചന. മമ്പാട് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരുമ മെഗാ ബിരിയാണി ചലഞ്ച് ജനം ഏറ്റെടുത്തു. മമ്പാടിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞത് 45,000-ഓളം ബിരിയാണി പൊതികൾ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. മമ്പാട് പാലിയേറ്റീവ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ജനം ഏറ്റെടുത്തപ്പോൾ പിറന്നത് മമ്പാട് ജനകീയ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ ചരിത്രമാണ്. ബിരിയാണി ചലഞ്ചിനായി നാടും നാട്ടുകാരും ഒഴുകിച്ചേർന്നപ്പോൾ കാരുണ്യത്തിന്റെ രുചിയുള്ള ബിരിയാണിയുടെ ഗന്ധം ചാലിയാർ തീരത്ത് വീശിയടിച്ചു. 50 ക്വിന്റൽ അരി ഉപയോഗിച്ച് തയ്യാറാക്കിയ 45,000 ബിരിയാണി പൊതികളാണ് മഞ്ചേരി മുതൽ വഴിക്കടവ് വരെ മണിക്കൂറുകൾക്കകം എത്തിച്ചത്. ഞങ്ങൾ 2 മാസത്തോളമായിട്ട് വിഭവ സമാഹരണത്തിലായിരുന്നു. നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടും മറ്റ് വിദേശത്തുള്ള നമ്മുടെ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള സംഘടനകളൊക്കെ സഹായിച്ചിട്ടാണ് ജനങ്ങൾ മൊത്തം എല്ലാവരും ഇതിൽ പങ്കുചേർന്നിട്ടാണ് നമ്മൾ ഇതിലുള്ള വിഭവങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. അതെ, ഒരു പൊതിക്ക് 100 രൂപ വെച്ചിട്ട് കിട്ടുന്ന അതിൽ കൂടുതലായിട്ട് സംഭാവനയായിട്ട് തരുന്നതും പാലിയേറ്റീവിന്റെ ഒരു വർഷത്തെ പ്രവർത്തന ഫണ്ടായിട്ട് നമുക്ക് കിട്ടാം. ഞങ്ങളെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് സംവിധാനം, അതിന്റെ കീഴിൽ ഒരുപാട് രോഗികൾ അവസരമായി കിടക്കുന്നുണ്ട്. അവരെ സഹായിച്ചു പോരുകയാണ്. ആ സഹായത്തിന് ഇനിയും ഒരു കരുത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രൂപത്തിലുള്ള പരിചരണം കൊടുക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ പൈസ സ്വരൂപിക്കാൻ വേണ്ടി കണ്ടെത്തിയുള്ള ഒരു മാർഗമാണ്. മമ്പാട്ടിലെ 42ഓളം ക്ലബ്ബുകളും കുടുംബശ്രീ പ്രവർത്തകർ, പാലിയേറ്റീവ് പ്രവർത്തകർ, ഓട്ടോ തൊഴിലാളികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, NSS, NCC തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനകൾ, വ്യാപാരി വ്യവസായികൾ, പ്രദേശവാസികൾ തുടങ്ങി എല്ലാവരും അണിചേർന്നപ്പോൾ ബിരിയാണി പൊതികൾ വീടുകളിൽ എത്തിക്കുവാൻ നിഷ്പ്രയാസം സാധ്യമായി. മലബാറിന്റെ തനിമയാർന്ന രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്ന മമ്പാട്ടിലെ 58 പാചക വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് 200 ചെമ്പ് ബിരിയാണി തയ്യാറാക്കിയത്. പാചകവും പാക്കിങ്ങും വിതരണവും എല്ലാം സൗജന്യമായതോടെ സേവനത്തിന്റെ പുതുമാതൃകകളും മമ്പാട്ടുകാർ കാഴ്ചവെച്ചു. ഇത് പാലിയേറ്റീവിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം സഹകരിച്ചത്. ഞങ്ങൾ 58 പാചകക്കാരുണ്ട്. ഈ പാചകക്കാർ മുഴുവനും ഊണും ഉറക്കും ഒഴിച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചതും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതും ഒരു നയാ പൈസ പോലും കൂലിയില്ലാതെ. കൂലി വാങ്ങുകയാണെങ്കിൽ 4 ലക്ഷം രൂപ ഇതിന് കൂലി ഉണ്ടാവും. അത് സംഭാവനയായിട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. 200 ചെമ്പാണ് ഞങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി ഇതിന് ഉപയോഗിച്ചത്. അതെല്ലാം സംഭാവന തന്നതാണ്. മാത്രമല്ല 50 കിൻഡൽ അരി,
45,000 പാക്കറ്റാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിന് 45 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 100 രൂപ നിരക്കിലാണ് ബിരിയാണികൾ വിതരണം ചെയ്തത്. പാലിയേറ്റീവ് രോഗികൾക്കായി 50 ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയാണ് ലക്ഷ്യം. മമ്പാട് പാലിയേറ്റീവ് ചെയർമാൻ യൂസഫ് MBU, സെക്രട്ടറി മുഹമ്മദ് എന്നിവരുടെ കീഴിൽ കെ ഷാജഹാൻ കൺവീനറായും VP ഷബീറുദ്ദീൻ ചെയർമാനായും ധനശേഖരണ കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകിയത്. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത വൈദ്യുതീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിലായി. ഇതിന്റെ ഭാഗമായി വൈദ്യുത തൂണുകൾ സ്ഥാപിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പൂർത്തിയായി. ഇതിനോടൊപ്പം ചോലക്കുളം 110 kV വൈദ്യുതി സബ്സ്റ്റേഷനിൽ നിന്നും ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുവാനുള്ള ഭൂഗർഭ കേബിളിന് കുഴിയെടുക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. 2 ഭീമൻ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഭൂമി തുരന്ന് പൈപ്പിടുന്നത്. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷന് വടക്കു ഭാഗത്തായി പുതിയ പ്ലാറ്റ്ഫോം നീളം കൂട്ടിയതിനോട് സമീപത്താണ് ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ വരെ ഏകദേശം 67 കിലോമീറ്റർ ദൂരത്തിലാണ് പാത വൈദ്യുതീകരിക്കുന്നത്. ഓവർഹെഡ് കണ്ടക്ടറുകളുടെ വയറിംഗും ഉടൻ ആരംഭിക്കും. റെയിൽ പാത വൈദ്യുതീകരണത്തിന്റെ നിർമ്മാണ ചുമതല L&T കമ്പനിയും മേലാറ്റൂർ സബ്സ്റ്റേഷൻ നിർമ്മാണം ത്രിമൂർത്തി കമ്പനിയുമാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. വൈദ്യുത സ്വിച്ചിംഗ് സ്റ്റേഷനുകൾ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും വാടാനം കുറിശ്ശിയിലുമാണ് ഒരുക്കുന്നത്. ഏകദേശം 110 കോടിക്ക് മുകളിൽ ചിലവ് വരുന്ന റെയിൽപാത വൈദ്യുതീകരണം മാർച്ചോടെ പൂർത്തീകരിക്കാനാണ് പദ്ധതി. നിലവിൽ 1 മണിക്കൂർ 35 മിനിറ്റാണ് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിൻ ഓടിയെത്താനുള്ള സമയം. ഇലക്ട്രിക് ട്രെയിൻ ഓടി തുടങ്ങുന്നതോടെ സമയം 1 മണിക്കൂർ 10 മിനിറ്റായി കുറയും. പുറമെ 30% വരെ റെയിൽവേക്കും ചെലവ് കുറയും. മമ്പാട് നടുവക്കാട് ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ച സംഭവം. ബൈക്കിൽ വാഹനം തട്ടിയാണ് അപകടം എന്ന ആരോപണമുയർന്ന സാഹചര്യത്തിൽ സംശയം പറയുന്ന മിനി ലോറി പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. അപകടത്തിൽപ്പെട്ട ബൈക്കും മിനി ലോറിയുമാണ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കിടക്കുന്ന മിനി ലോറിയാണ് ഫോറൻസിക് വിദഗ്ധരായ ഇസ്ഹാഖ്, ഷൈജു എന്നിവർ ഇന്ന് ഉച്ചയോടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയത്. മമ്പാട് നടുവക്കാട് കരിന്താറിൽ താമസിക്കുന്ന തുപ്പനത്തിൽ ഹമീദിന്റെ മകൻ നവവി എന്ന 22-കാരനാണ് മരിച്ചത്. തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നാലേ അപകടത്തിന്റെ വ്യക്തത ലഭിക്കും. വയോധികൻ ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. നിലമ്പൂർ മൂത്തേടം മരം വെട്ടിച്ചാൽ സ്വദേശി കുഞ്ഞു മുഹമ്മദ് എന്ന 70-കാരനാണ് മരിച്ചത്. വയോധികൻ ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. നിലമ്പൂർ മൂത്തേടം മരം വെട്ടിച്ചാൽ സ്വദേശി കുഞ്ഞു മുഹമ്മദ് എന്ന 70-കാരനാണ് മരിച്ചത്. ശ്വാസകോശ സംബന്ധമായ നിരവധി അസുഖങ്ങൾ കൊണ്ട് ഇദ്ദേഹം മാനസിക പ്രയാസത്തിലായിരുന്നു. ഭാര്യയും കുഞ്ഞു മുഹമ്മദും തനിച്ചാണ് താമസം. ഭാര്യ സ്വന്തം കൃഷിയിടത്തിലെ റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് നടത്തിയ ശേഷം രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞു മുഹമ്മദ് ആസിഡ് കഴിച്ച നിലയിൽ കിടക്കുന്നതായി കണ്ടത്. ഉടൻ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടക്കര പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. NGO അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 24-ലെ പണിമുടക്കത്തോടനുബന്ധിച്ച് താലൂക്ക് തഹസിൽദാർക്ക് നോട്ടീസ് നൽകലും പ്രകടനവും നടത്തി. തുടർന്ന് നടന്ന യോഗം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 24-ലെ പണിമുടക്കിനോടനുബന്ധിച്ച് താലൂക്ക് തഹസിൽദാർക്ക് നോട്ടീസ് നൽകലും പ്രകടനവും നടത്തി. തുടർന്ന് നടന്ന യോഗം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരെയും അധ്യാപകരുടെയും ന്യായമായ അവകാശങ്ങൾക്ക് മേലിൽ അടയിരിക്കുന്ന ഒരു ഗവൺമെന്റായി ഇവർ മാറിയിരിക്കുകയാണ്. മെഡിസപ്പ് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. 500 രൂപയാണ് പ്രതിമാസം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നത്. പ്രതിവർഷം 6000 രൂപ ഈ ശമ്പളത്തിൽ നിന്ന് ജീവനക്കാരൻ്റെ പിടിക്കുമ്പോൾ അതിന്റെ ഭാഗവും ഇവിടെ അതിൽ നടത്തുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് 4800 രൂപയാണ് കൊടുക്കുന്നത്. ബാക്കി വരുന്ന 1200 രൂപയിൽ നിന്ന് 366 രൂപ വീണ്ടും അവർ സർക്കാരിലേക്കാണ്. ജീവനക്കാരന് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. ഒരു ആശുപത്രിയിലും പോയാലും ചികിത്സ ലഭിക്കുന്നില്ല. മെഡിസപ്പ് ഒരു ഭാഗത്ത് കിടക്കുന്നു. ലീവ് സറണ്ടർ കൊടുക്കുന്നില്ല. ഇവിടുത്തെ ജീവനക്കാരന് കൊടുക്കേണ്ട ക്ഷാമബത്ത കുടിശ്ശിക പ്രയാസവും പ്രതിസന്ധിയുമുണ്ട്. ഒരു കേരളത്തിൽ വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിൽ അത് കൊടുക്കാതെ അതിനെതിരെയാണ് ഈ നാളെ നടക്കുന്ന സമരം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ജീവനക്കാരുടെ തലയിൽ കെട്ടിവെക്കാനാണ് പിണറായി ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 18% DA കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നൽകാനുള്ളപ്പോൾ സർക്കാരിന്റെ ധൂർത്തിന് ഒട്ടും കുറവില്ല. നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പോലും തീവിലയായി. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന്റെ പേരിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മെഡിസെപ്പ് പദ്ധതി ഈ സർക്കാർ അട്ടിമറിച്ചു. പല ആശുപത്രികളിലും ചികിത്സ കിട്ടാക്കനിയായി.
ജീവനക്കാരെ ഇത്രത്തോളം ദ്രോഹിച്ച ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ്, ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷബീർ അലി മുക്കട്ട, ആശാനന്ദ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ഷിബുകുമാർ MS, പി ഹനീഫ, പി ബൈജു, പി ഷംസുദ്ദീൻ, ജിജി ജോസഫ്, പി വിജീഷ്, ജിതേഷ് കെ, വിഷ്ണു, അജയൻ, ദീപു, വിനോദ്, സന്തോഷ് ജിജി, സന്തോഷ്, സതീഷ്, ജസീർ, കെ രമാബി, ജയശ്രീ, സോണിയ, മജീദ് എന്നിവർ നേതൃത്വം നൽകി. 2024 പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 32,79,172 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇതിൽ 16,40,174 പുരുഷന്മാരും 16,38,971 സ്ത്രീകളും 27 പേർ ഭിന്നലിംഗക്കാരുമാണ്. വോട്ടർ പട്ടിക എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ബന്ധപ്പെട്ട താലൂക്കുകളിൽ നിന്നും കൈപ്പറ്റേണ്ടതാണെന്നും അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. വോട്ടർ പട്ടികയിൽ യോഗ്യരായ പരമാവധി പേരെ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കളക്ടർ പറഞ്ഞു. നിലവിൽ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ തുടർന്നും പേര് ചേർക്കാവുന്നതാണ്. കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. തണ്ണിക്കടവ് AUP സ്കൂൾ ദേശീയ ഹരിതസേന യൂണിറ്റ് നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് LED ബൾബ് നിർമ്മാണ പരിശീലനവും രക്ഷിതാക്കൾക്ക് ഊർജ്ജ സംരക്ഷണ ക്ലാസും സംഘടിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം TM ശൈലജ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ JK ജയസൺ അധ്യക്ഷത വഹിച്ചു. എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സൺ P സാബിർ നേതൃത്വം നൽകി. MTA പ്രസിഡന്റ് രാജി, ബിനോ V ഇഞ്ചപ്പാറ, ആരതി KR, അമൽ രാജ്, ഫാത്തിമ ഹായ എന്നിവർ സംസാരിച്ചു. അനീന, അയാന, ആരതി എന്നിവർ പരിസ്ഥിതി ഗാനം ആലപിച്ചു. ഹരിതസേന കോർഡിനേറ്റർ VM നിഖിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. വഴിക്കടവ് പഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കുട്ടികളിലെ പഠന നിലവാരം ഉയർത്താനും ഇന്റർനെറ്റ് സൗകര്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുമുള്ള അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി 2022-23 സാമ്പത്തിക വർഷത്തിലാണ് പദ്ധതി ഒരുക്കിയത്. 3 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയുള്ള ലാപ്ടോപ്പും അനുബന്ധ സാമഗ്രികളുമാണ് വിതരണം ചെയ്തത്. 2 പട്ടികവർഗ കുട്ടികൾക്കും 13 പട്ടികജാതി കുട്ടികൾക്കും ലാപ്ടോപ്പ് നൽകി. പദ്ധതിക്കായി പഞ്ചായത്ത് 6.5 ലക്ഷം രൂപ ചിലവഴിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വിതരണോദ്ഘാടനം നടത്തി. വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൽ കരീം, PV മാത്യു എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരളയുടെ ഭാഗമായി ഒരുമിച്ചു നടക്കാം കായിക കേരളത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൗൺസിലും സംയുക്തമായി K-വാക്ക് സംഘടിപ്പിച്ചു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച K-വാക്ക് ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ADM NM മെഹർ അലി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ, MSP അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ്, കോട്ടക്കുന്ന് ഫ്രണ്ട്സ് കൂട്ടായ്മ അംഗങ്ങൾ, ഫുട്ബോൾ ഹോക്കി അസോസിയേഷൻ പ്രതിനിധികൾ, MSP സ്കൂളിലെ SPC NSS വിദ്യാർത്ഥികൾ, സംസ്ഥാന സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്പോർട്സ് എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് സ്വാഗതവും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR അർജുൻ നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.